ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ക്രിസ്മസ് ഷോപ്പിംഗ് ഹോളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വാങ്ങിച്ച ഐറ്റംസ് എന്നും എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ വീടിനെ ഒന്ന് ഒരു ക്രിസ്മസ് ഫീലിലേക്ക് കൊണ്ടുവരണോ അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള, അതായത് ഈ വർഷം ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിസ്മസ് ഡെക്കോർ മാത്രമല്ല, നമുക്കറിയാലോ നമ്മൾ ക്രിസ്മസിന് നമ്മൾ ഓരോ വർഷം കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കും അല്ലേ. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും വെച്ചിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാതും കൂടിയിട്ട് എല്ലാ ഐറ്റംസും എടുക്കുമെന്ന് അറിയില്ല, എന്നാലും എല്ലാ ഐറ്റംസും ഒക്കെ നമ്മുടെ റൂമിലായാലും കിച്ചണിലായാലും ലിവിങ് റൂമിലായാലും അങ്ങനെ നമുക്ക് എവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ നമുക്കൊന്ന് കുറച്ചൊന്ന് ആ ഒരു ക്രിസ്മസ് വൈബിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് തന്നെ എന്ത് വേണം, നമ്മുടെ കയ്യിലുള്ള നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ക്രിസ്മസ് ഐറ്റംസും ഇതിനുള്ള എന്താ പറയുക, ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലാതും കൂടി ആദ്യം ഫസ്റ്റ് പുറത്തെടുക്കണം അല്ലേ. എന്നാലല്ലോ നമുക്ക് ഇത് എവിടെയൊക്കെ വെക്കാം എന്നുള്ളൊരു ഐഡിയ വരുള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഒന്നും എവിടെ ചെയ്യണം എങ്ങനെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. നമ്മളിങ്ങനെ ഓരോ വർഷം വാങ്ങിക്കുമ്പോഴുള്ള നമ്മൾ പുതിയ ഐറ്റംസ് വെക്കുമ്പോൾ ബാക്കിയുള്ളതിനെ നമ്മൾ എവിടെയെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ്. എന്നാൽ പിന്നെ ഉള്ളതൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ കിച്ചണിലും അങ്ങനെ വീടിന് ആകെ നമുക്ക് ആ ഒരു ക്രിസ്മസ് വൈബിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ളത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ക്രിസ്മസ് ഒക്കെ അതിന് കഴിഞ്ഞല്ലോ എന്ന്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ന്യൂ ഇയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഒരു ഡെക്കോർ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് റിലേറ്റഡ് തന്നെയാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. കാരണം ഒരു 5-6 ദിവസത്തെ ഒരാഴ്ചയിലത്തെ ഡിഫറൻസിലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നമുക്കറിയാമല്ലോ, നമ്മൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളൂ. അതൊക്കെ എന്താ പറയുക, മാറ്റി ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇപ്പോഴാണെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴായാലും ടൈമുണ്ട്, ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഞാനിതിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന നമ്മൾ കുറേ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് അല്ലേ എന്നത്. എന്തിനാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു വർഷത്തിലെ ഈ ഒരു സമയത്ത് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും നമ്മൾ ചിലവ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ അനാവശ്യ ചിലവെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ കൊല്ലത്തിൽ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്, ഇത്രയും എമൗണ്ടിനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഓരോ വർഷവും നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓരോ കൊല്ലം കഴിയും തോറും നമ്മുടെ നെക്സ്റ്റ് ക്രിസ്മസിന് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ കൂട്ടി കുറേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ കൊല്ലം നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിലും നമുക്കത് ഓരോ വർഷം ക്രിസ്മസിൻ്റെ ഒന്നുകൂടെ ഭംഗിയാക്കി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ആകെ കൂടി ഒരു ട്രീയും പിന്നെ 1-2 ഒരു പിന്നെ ഒരു ചെറിയൊരു സ്നോമാൻ, റെയിൻഡിയർ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ലിവിങ് റൂം, ആ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ ഡോർ കടന്ന് വരുന്ന ആ ഒരു എൻട്രൻസ് ഏരിയയിലാണ് ഈ ഒരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ദീപാവലി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലെറ്റേഴ്സ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഹലോ ഡിസംബർ എന്നുള്ളതാണ് നമ്മൾ വെച്ച്. ന്യൂ ഇയർ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ആ ഒരു ബോർഡിലേക്ക് വരും. അതിൻ്റെ ടൈം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഹലോ ഡിസംബർ എന്നുള്ളത് വെച്ചത്. സത്യത്തിൽ ഹലോ ഡിസംബർ വെച്ചതിന് ശേഷം പിന്നെ അത് തോന്നി ക്രിസ്മസ് തന്നെ വെക്കാമല്ലോ എന്ന്. എന്നിട്ട് ക്രിസ്മസ് എന്നുള്ളത് മാറ്റിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹലോ ഡിസംബർ എന്നുള്ളത് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ലിവിങ് റൂമിലത്തെ ഈ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അവിടെയുള്ള അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ മേലെയുള്ള ആ ഒരു ഇതുകൾ മാറ്റിയിട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക 2 കൊല്ലം മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്നോമാനൊക്കെ. അപ്പോൾ ആ ഒരു സ്നോമാൻ ഇപ്പോൾ നമ്മൾ ഈ വർഷം വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്നോമാനെ വെച്ചു. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സാന്റാക്ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാന്റാന ഏറ്റവും മേലെയുള്ള ആ ഒരു റോബോട്ടിൻ്റെ ഇത് മാറ്റിയിട്ട് അവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ സാന്റാന വെക്കാം. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ആ ഒരു ഷോപ്പിംഗ് ഹോൾ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇതൊക്കെ ഒരു 2 ദിറംസിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ.
നമ്മുടെ ലിവിങ് റൂമിൽ ആ ഒരു മേലെയുള്ള ഭാഗത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നമ്മളിടുന്ന ആ ഒരു ബോൾ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ റെഡും അതിൻ്റെ ഇടയിലിട്ടിട്ട് അങ്ങനെ റെഡിയാക്കാന്നുള്ള ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ ആ ഒരു കാര്യമാണ് കേട്ടോ ചെയ്തത്. ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവും, അപ്പോൾ ചെയർ ഇട്ടിട്ട് വേണം നമ്മളിത് ഓരോന്ന് അവിടെ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കിങ്ങനെ ഷട്ടിൽ ബോൾ കളിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ മാത്രം വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ബോളും കൂടി ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. കാര്യം ഇത് പണി എളുപ്പമാണ്, പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവുള്ളതിൻ്റെയും നമുക്ക് അങ്ങോട്ട് നേരെ എത്താത്തത് കൊണ്ട് നമുക്ക് ചെയർ ഇട്ടിട്ട് വേണം. ഒരു ചെയർ ഒരു സൈഡിലിട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇടുമ്പോൾ കുറച്ച് നീക്കിയിട്ടിട്ട് അങ്ങനെ ഓരോന്ന് കയറി ഇറങ്ങിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത് അങ്ങനെ ഞാൻ ചെയ്തു കേട്ടോ. എനിക്കിത് രണ്ടും കൂടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ലേ വീഡിയോ എടുക്കലും. കാരണം ഞാനിത് ഓരോന്നും ചെയർ ഇട്ടിട്ട് മാറി ഓരോന്ന് മാറ്റിയിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ പുതിയ സ്നോമാനും അല്ലെങ്കിൽ റെയിൻഡിയറും മാത്രം ചെയ്താൽ മതിയാവുമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ പുതിയത് വാങ്ങിക്കണ്ടല്ലോ, നമ്മുടെ കയ്യിൽ പഴയതൊക്കെ ഉള്ള ഈ റെഡ് ബോൾസ് ഉള്ളപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇടാൻ വിചാരിച്ചു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ ടിവിയുടെ ഇടയിലുള്ള ഒരു ടേബിൾ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ നമ്മൾ സാധാരണ വെക്കുന്ന നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇത് നമ്മൾ ലാസ്റ്റ് ഇയറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്യണം. വലിയ മാറ്റങ്ങളൊന്നുമില്ല, അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ട്രീ ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രീയിലേക്കാണെങ്കിൽ സിൽവർ കളർ ബോളും പിന്നെ നമ്മൾ ആ ഒരു സ്റ്റിക്ക്, ആ ഒരു ക്യാൻഡി കെയിൻ പോലെയുള്ള അതുകളൊക്കെ ഇട്ടിട്ടായിരുന്നു ബ്ലൂ ആൻഡ് സിൽവർ കളർ തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി റെഡിയാക്കാം. ഇതിപ്പോൾ കാര്യമായിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല, അങ്ങനെയല്ല, നമ്മളെപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് അതിന് വേറെ ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ ഇതിനെ പറയാമെന്നറിയില്ല, ഒരു ഇങ്ങനത്തെ ഒരു ഗാർലൻഡ് പോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അവിടെ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നിവർത്തി അതിലത്തെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്ന പോലെയൊക്കെ ആക്കി വെക്കണമെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ഞാനതിൽ റെഡ് കളർ ബോൾ മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെഡ് കളർ ബോളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറുതായതുകൊണ്ട് അത് മാത്രം ഇട്ടപ്പോൾ എനിക്കത് അങ്ങനെ ഫുള്ളിങ്ങനെ ഫില്ലായിട്ടുള്ള പോലെ തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഏതൊരു വർഷം നമ്മുടെ ട്രീയിലേക്ക് നമ്മൾ ഗോൾഡൻ കളർ ബോളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോൾഡൻ കളർ ബോൾസും കൂടി ഇട്ടിട്ട് അതിനെ ഫുള്ളാക്കിയപ്പോഴാണ് അതൊന്ന് കുറച്ച് കാണുന്ന പോലെ ആ ഒരു ഭംഗിയാണ് ഒന്നുകൂടി കൂടുതലായിട്ട് ഇഷ്ടമായത്. ഇടയിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, നമ്മുടെ കിച്ചണിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ അതായത് നമ്മുടെ ഇതിൻ്റെ മേലെയുള്ള ഈ ഡോറിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ഈ റെഡ് ബോൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി നമ്മുടെ കിച്ചണിലേക്ക് ഒരു ക്രിസ്മസ് വൈബ് വരുമല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ സൈഡിൽ മൊത്തം അങ്ങനെ കുഞ്ഞു ബോൾസ് ഒട്ടിക്കാം. ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തത്. നമ്മൾ ക്രിസ്മസിന് വാങ്ങിക്കുമ്പോൾ ഓരോ വർഷവും ഓരോ കളർ ബോളും നമ്മളങ്ങനെ ഓരോ തീമും നമ്മൾ വിചാരിക്കാറുള്ളതുകൊണ്ട് തന്നെ റെഡ് കളർ ബോളും അതുപോലെ ഗോൾഡൻ കളറൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ ഒരു റെഡ് ബോൾസ് വെച്ചിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ കയ്യിൽ ഏതോ ഒരു വർഷം ഇതുപോലെ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത്. നമ്മളപ്പോൾ അത് ഡോറിൻ്റെ അവിടെയാണ് ഫസ്റ്റിലൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡോറും ഇടാനായിട്ട് വേറെ ഉള്ളതുകൊണ്ട് നമ്മൾ കിച്ചണിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കിച്ചൺ റെഡിയാക്കി. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫുള്ള് നമ്മൾ റെഡ് കളർ ബോൾസ് ഇടണം എന്നുള്ളത്. അപ്പോൾ റെഡ് കളർ ബോൾ ഇടാനായിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് ഒന്നുമില്ല, നമ്മൾ ഈ ട്രീയിൽ ആ ഇതിൽ കൊളുത്തിടുന്ന പോലെ തന്നെയാണ് ഇതിലതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് ഫസ്റ്റിൽ വെച്ചപ്പോൾ എനിക്ക് ഗോൾഡൻ റെഡ് കളർ മാത്രം ഇട്ടപ്പോൾ ആ ഒരു ഭംഗി ഇഷ്ടമാകാത്തതുകൊണ്ട് പിന്നെ ഞാനതിൽ ഗോൾഡൻ കളർ ബോളും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാന്റാക്ലോസിനെയും സ്നോമാനൊക്കെ വെക്കാൻ കേട്ടോ. നമ്മൾ ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് കളർ തീമായിരുന്നു നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറിലുള്ള സാന്റേനെയും സ്നോമാനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അവിടെ തന്നെയാണ് വെക്കാറ്. നമ്മൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ആ ഒരു സൈഡിലാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ അതും കൂടിയും നമ്മൾ ഈ വർഷത്തെ നമ്മളങ്ങനെ വെക്കൽ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ കാണിക്കാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ട്രേ പോലെയുള്ള ഈ ഒരു ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കുഞ്ഞ് സാന്റാക്ലോസും അതുപോലെ തന്നെ
ആ ഒരു റെഡ് കളറിലുള്ള ഒരു ചെറിയൊരു പ്ലാന്റ് എന്നോ ചെടിയെന്നോ എന്തെന്നോ പറയാം, ആ ഒരു ഇതും ഈ റെഡ് കളർ ക്യാൻഡിൽസൊക്കെ. അപ്പോൾ അത് നമ്മൾ കിച്ചൻ്റെ ഈ ഒരു സൈഡിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ വൈറ്റ് കളർ ക്യാൻഡിൽസും റെഡ് കളറും പിന്നെ ഈ ഒരു സാന്റാക്ലോസും അങ്ങനെ അതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ പെട്ടെന്ന് തോന്നുന്ന ഐഡിയകളാണ്. നമ്മുടെ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തത്. രണ്ട് മക്കളും ഉറങ്ങാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമയം നോക്കിയിട്ട് ചെയ്യാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാളും എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതിൽ വരും, പിന്നെ ഓരോന്ന് കാണുമ്പോൾ രണ്ടാളും എടുത്തുകൊണ്ടും. അപ്പൊ നമ്മള് കുറച്ച് ലിവിങ് റൂമിൽ ചെയ്തു. ഇനി എന്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞൊരു സ്നോമാനും ഉണ്ട്, ഒരു റെയിൻഡിയറും ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ നമ്മുടെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ബെഡ്റൂമിൽ ഞാൻ വെക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരു ഇതുള്ളത്. അപ്പൊ ഈ ഇതുകളൊക്കെ മാറ്റിയിട്ട് ഇനി ആ സൈഡിലേക്ക് നമ്മുടെ ഈ സ്നോമാനും റെയിൻഡിയറും വെക്കാം. അങ്ങനെ ഒരുവിധം നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടോ. ലിവിങ് റൂം ചെയ്തു. റൂമിലേക്കും നമ്മുടെ വീട്ടിലേക്കൊരു ക്രിസ്മസ് വൈബ് വരുത്താം. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ഫീൽ വന്നു. അങ്ങനെ ഓരോ റൂമിലും ഓരോ സ്ഥലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ഇത് കൊണ്ടുവരാം, അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ കാര്യങ്ങൾ ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ വീടിനെ ഒന്നും ഒരു മേക്ക് ഓവർ പോലെ നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ക്രിസ്മസിന് അല്ലെങ്കിലും ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാമെന്നുള്ളതിൽ പറഞ്ഞത്. എനിക്ക് കുഴപ്പമില്ല, ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിസ്മസ് എന്നല്ല ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് റെഡിയാക്കി വെക്കാം, അതൊന്നൊരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോം മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീടിനെ എങ്ങനെ റെഡിയാക്കി എടുത്തു എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.